Good morning, all. Good morning, ma'am. Good morning. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മെഡിക്കൽ ലീഗൽ എത്തിക്സിന്റെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു. നോക്കിയോ? മിസ്, ഒരു കാര്യമുണ്ട്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 അല്ലേ? മോക്ക് ടെസ്റ്റിനകത്ത് അത് 1948 എന്നും പറഞ്ഞിട്ട് ആൻസർ വരുന്നത്. 1952 അല്ലേ തന്നേക്കുന്നത്? അതെ, തന്നേക്കുന്നത് അങ്ങനെയാ. പക്ഷേങ്കിൽ അത് 1952 കൊടുക്കുമ്പോഴത്തേക്ക് അത് തെറ്റായിട്ടാ കാണിക്കുന്നത്. റോങ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഞാൻ നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ട് തന്നെ കൊടുത്താൽ മതി. 1948 ശരിക്കും ഇന്ന് പഠിപ്പിക്കാൻ പോണം ഫാർമസി ആക്ട് ആണ്. അത് മിനിമം വേജസ് ആക്ട് അല്ലേ മാം? എന്താണ് 1948 വരുന്നത്. ഒരു മിനിറ്റ്, ഞാൻ ടേംസിൽ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്ത് തന്നതല്ലേ? അതില് 1948ന്റെ മിനിമം വേജസ് ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ ഫാർമസി ആക്ടും ആ ഒരു ടേമിൽ തന്നെയാണ് അവിടെ വരുന്നത്. അത് എന്താ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങൾ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ആണ് 1952 വരുന്നത്, എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. അത് അതിലപ്പോ നമുക്ക് 1952 കൊടുക്കുമ്പോ 48 ആയിട്ടാ വരുന്നത്. അപ്പൊ അത് ഞാനത് കറക്റ്റ് ചെയ്യാനായിട്ട് പറയാം. ഓക്കെ. എന്തായാലും നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്തോളൂ. എനിക്ക് തോന്നുന്നു രണ്ട് മോക്ക് ടെസ്റ്റിലും ഒരു ചെറിയ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് തോന്നിയായിരുന്നോ? ഏതെങ്കിലും ക്വസ്റ്റ്യന് നിങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വന്നത് തോന്നിയായിരുന്നോ? അത് രണ്ട് ക്വസ്റ്റ്യനില് ഞാൻ എനിക്ക് മറ്റേ ക്ലാസ്സിൽ കൊടുത്തതിന്റെ അവിടെ എടുത്തതിന്റെ കുറച്ച് റിപ്പീറ്റേഷൻ അവിടെ വന്നിട്ടുണ്ട്. എന്തായാലും അത് ആൻസർ ചെയ്ത് പോകുമ്പോൾ മറ്റു ക്ലാസ്സുകളിലാണെങ്കിലും എന്താണ് നിങ്ങൾക്ക് ആൻസർ ആവശ്യമുള്ളത് തന്നെയാണ്, പക്ഷെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു മാറ്റർ ഞാൻ എന്തായാലും നോക്കിയേക്കാം, വെരിഫൈ ചെയ്തോളാം. ഓക്കെ, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് കൃത്യമായിട്ട് തന്നെ 1952 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ കേട്ടോ. ഒന്നാമതായിട്ട് ഇതിലെ പ്രധാനമായിട്ടും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ആക്ടിന്റെ ഇയർ തന്നെയാണ്. അപ്പൊ ഇയർ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ ആൻസർ റോങ് ആവും അല്ലെ? അതുകൊണ്ട് തന്നെ എന്തായാലും മാർക്കിച്ച് നന്നായി. തീർച്ചയായിട്ടും ഞാൻ അതിൽ കറക്ഷൻ വരുത്തിക്കോളാം, എന്തെങ്കിലും റോങ് ആയിരിക്കും. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ വായിച്ചിട്ടുണ്ട് അല്ലെ? മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഭാഗങ്ങളെ ഡൗട്ട് ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വീണ്ടും എന്താണ് 1948 തന്നെ ഒരു ഫാർമസി ആക്ടും കൂടിയുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു പെട്ടെന്ന് തന്നെ ഫാർമസി ആക്ട് എങ്ങനെയാണ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ തന്നുപോയി എന്നായിപ്പോയി. എന്തായാലും ആ ഒരു ആക്ട് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ വേജസ് ആക്ടിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടായിരുന്നു. ഇനി ഫാർമസി ആക്ട് അല്ലെ, നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഈ ആക്ടുകൾ തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത് അത്തരത്തിലുള്ള വർക്കേഴ്സിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇൻ കേസ് നമ്മൾക്ക് ഫാർമസിക്ക് ആയി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു തൊഴിൽ അല്ലെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കൊക്കെ എന്തെങ്കിലും മാറ്റേഴ്സ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഈ ആക്ടിന് കീഴിലുള്ള കണ്ടീഷൻസ് അത് ഫേവറബിൾ ആണ് എങ്കിൽ അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? അപ്പോ ഇത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോഴ്സ് ആൻഡ് പ്രൊഫഷൻ ഓഫ് ദ ഫാർമസിസ്റ്റ്. അതായത് നമ്മുടെ ഫാർമസികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്
അതല്ലെങ്കിൽ നമുക്കറിയാം സ്റ്റോറേജ് ചെയ്യണം അല്ലെ, മെഡിക്കൽ ഷോപ്പുകളിൽ മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യണം അല്ലെ. അത് ഇത്രയും നാളത്തെ അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവും, നിയമ നടപടികൾ ഉണ്ടാവില്ലേ? നമ്മളിപ്പോ ഒരു ഫാർമസിയൊക്കെ കൃത്യമായിട്ട് രജിസ്ട്രേഷനോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കൃത്യമായിട്ടുള്ള മെഡിസിൻസ് മാത്രമേ അവിടെ സെയിൽ ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ നല്ല കൃത്യമായിട്ടുള്ള നിയമ നടപടികൾക്ക് തന്നെ അണ്ടറിൽ തന്നെയാണ് അതെല്ലാം കൈകാര്യം ചെയ്തു പോകേണ്ടത്. ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് പ്രൊഫഷൻസ് ഓഫ് ഫാർമസിസ്റ്റ്. അതായത് ആ ഫാർമസിസ്റ്റുകളുമായിട്ടുള്ള പ്രൊഫഷൻ, ആ തൊഴിൽ രംഗത്തുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഫാർമസി ആക്ട് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ദ ഫാർമസി ആക്ട് 1948. ഓക്കെ, അതിന്റെ എന്താണ്, അതിന്റെ അനുകൂലമായിട്ടുള്ള നടപടികൾ ആർക്കൊക്കെയാണ് ഫേവറബിൾ ആയിട്ടുള്ളത്? അത് ഫാർമസി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നവർക്കും then അവിടെ സ്റ്റോർ ചെയ്യുന്നവർക്കും then in case പ്രൊഫഷൻ അല്ലെ, അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷൻ തെരഞ്ഞെടുത്തിരിക്കുന്നവർക്കും അല്ലെ, എന്തെങ്കിലും നിയമവ്യവസ്ഥകളെല്ലാം പാളിപ്പോയിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം കോടതിയെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല, അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെങ്കിൽ അവർക്കെതിരായ ഏതെങ്കിലും കേസുകൾ ചാർജ് ചെയ്ത് അല്ലെ വരികയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. Hospitals has to attain a drug license if it sells the drug across the counter. അതായത് നമുക്കറിയാം, ഇൻ കേസ് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ കൂടി അവർക്ക് മെഡിസിൻസ് ഫാർമസി വഴി നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റൽ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മെഡിസിൻസ് ഹോസ്പിറ്റലിൽ തന്നെ കൈപ്പറ്റുന്നവരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ആ സർവീസ് ലഭിക്കണമെങ്കിൽ മസ്റ്റായിട്ടും ഹോസ്പിറ്റലുകാരും ഈ ഒരു ഫാർമസി ആക്ടിന്റെ കീഴിൽ തന്നെ വരേണ്ടതാണ്. ക്ലിയർ ആണോ? A hospital has to attain a drug license if it sells drugs across the counter. എങ്കിൽ മാത്രമാണ്, ഈ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കൗണ്ടർ മുഖേന എന്താണ് മരുന്നുകളൊക്കെ വിതരണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റലിന് അതിൻ്റെതായ ചട്ടക്കൂടില് നമുക്കറിയാം ചിലർക്കൊക്കെ ഫാർമസിക്ക് ലൂടെ മെഡിസിൻ കൊടുക്കാനുള്ള പെർമിഷൻ ഒന്നും കിട്ടില്ല, കാരണം അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ്. നമുക്കറിയാം എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും അല്ലെ മെഡിസിൻസ്, അതായത് മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് സാധിക്കില്ല. കൃത്യമായിട്ടുള്ള ലൈസൻസ് ഉള്ള മെഡിക്കൽ ഷോപ്പുകളിൽ തന്നെയായിരിക്കും മെഡിസിൻസുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ടുള്ള അവകാശമുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലേ? മെഡിക്കൽ ഷോപ്പും മെഡിസിനുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ആണ്. ഓക്കെ, ആക്ടിന്റെ ഇയർ ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക കൃത്യമായിട്ട്. 1948, ദ ഫാർമസി ആക്ട് 1948. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ബർത്ത് ആൻഡ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. ഓക്കെ, ബർത്ത് ആൻഡ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. ഫാർമസി ആക്ട് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഫാർമസി ആക്ട് കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നെക്സ്റ്റ് നോക്കുമ്പോൾ ബർത്ത് ആൻഡ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. അതായത് നമ്മൾ കുറെ അല്ലെ ആക്ടുകളെ കുറിച്ചിട്ടാണ് പഠിച്ചു പോകുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ നമുക്കറിയാം അവിടെ മെഡിസിൻസ് മേടിക്കണം. അപ്പൊ എന്താണ് ചില മെഡിക്കേഷൻ, അതായത് നമ്മൾ ചിലപ്പോ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ നിന്ന് തന്നെ മെഡിസിൻ മേടിക്കാനൊക്കെ ആയിട്ട് ചിലർ മേടിക്കും, ചിലർക്ക് അറിയാം പുറത്തുനിന്ന് മെഡിസിൻ മേടിക്കും അല്ലെ. വ്യത്യസ്ത രീതിയിലൊക്കെ നമ്മൾ മെഡിസിൻ മേടിക്കും. ഒരു കാര്യം അതിൽ മനസ്സിലാക്കുക, ഏതൊരു മെഡിക്കൽ ഷോപ്പിനും അതിന്റെ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മെഡിസിൻസ് ഒക്കെ സപ്ലൈ ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ. തന്നെ അടുത്ത ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ബർത്ത് ആൻഡ് ഡെത്ത്സ് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. അതായത് നമുക്കറിയാം ജനനവും മരണവും അതേമാതിരി തന്നെ മാരേജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തു പോകണം. വേണ്ടി വരില്ലേ? കുട്ടി ജനിക്കുമ്പോഴൊക്കെ ഇത്രയും ടൈമിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ നടത്തണ്ടേ? മരണത്തിന്റെ ആണെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കണം അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം ഒരു എന്താണ് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ അല്ലെ അത് ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ പേഷ്യൻസിനോട് നിർദ്ദേശിക്കും. കൃത്യമായിട്ട് തന്നെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പൽ അല്ലെ കൃത്യമായിട്ട് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത് ആ ഒരു അതോറിറ്റിയുടെ കീഴിൽ തന്നെ രജിസ്ട്രേഷൻ നടത്തണമെന്ന് ഓർമ്മിപ്പിക്കും അല്ലെ. അതിനനുസരിച്ചിട്ടുള്ള ഫോമുകളൊക്കെ തരും. കൃത്യമായിട്ട് തന്നെ
പേഷ്യൻസ് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് ആയിട്ടുള്ള പേഴ്സൺസ് കൃത്യമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് നോക്കാം, പേജ് നമ്പർ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിംഗ് ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത്സ് ഇൻ ഹോസ്പിറ്റൽസ്. അതായത് നമ്മള് ഇത് ഉത്തരവാദിത്വം കൂടിയാണ്, ആരുടെ ഹോസ്പിറ്റലിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. അതായത് ഇൻ കേസ് ബർത്തും ഡെത്തും ഒക്കെ സംഭവിക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ അവരെ അറിയിക്കുക അല്ലെ, ആ റിലേറ്റീവ്സിനെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുക. അതായത് ഈ ബർത്തും ഡെത്തും ഒക്കെ കൃത്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. ഇന്ന രീതിയിലാണ് അത് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഹോസ്പിറ്റലിൽ തന്നെ ഇനിഷ്യേറ്റീവായിട്ട് റിലേറ്റീവ്സിനൊക്കെ അറിയിക്കേണ്ടതാണ്. They should be notified immediately to the local municipal authority and registrar's officer. നമുക്കറിയാം അത് അല്ലെ ഏതെങ്കിലും നമ്മുടെ ലൊക്കാലിറ്റി സ്ഥിതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു അല്ലെ ആ ഒരു രീതിയിൽ തന്നെ ആ അതോറിറ്റിന്റെ കീഴിൽ തന്നെയായിരിക്കണം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അതിനനുസരിച്ചിട്ടുള്ള ഫോർമാറ്റ് ഒക്കെ ഉണ്ടാവും. അത് വിതിൻ ഡേയ്സിനുള്ളിൽ തന്നെ അതിന്റെ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുക്കേണ്ടതുണ്ട് അല്ലെ. വിതിൻ എനിക്ക് തോന്നുന്നു 7 ഡേയ്സിനുള്ളിലാണ് പൊതുവെ നമ്മൾ അതിന്റെ ആക്ഷൻ എടുക്കേണ്ടത്. അപ്പൊ പൊതുവെ നമുക്ക് ആ ഫോം ഫില്ലപ്പ് ചെയ്ത് രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടക്കേണ്ടതാണ്. ഓക്കെ, ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് ഓക്കെയാണോ? ഓരോ ആക്ടും ഒരു പ്രത്യേകതയുണ്ട്. എന്താണോ ആക്ട് പറയുന്നത് അത് നമ്മൾ അല്ലെ അത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ലോ ഓഫ് തോട്ട്സ്. എന്താണ് ലോ ഓഫ് തോട്ട്സ് എന്ന് നോക്കാം. ലോ ഓഫ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ദ വേർഡ് തോട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് തോട്ടസ് വിച്ച് മീൻസ് ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മള് കുറെ അതായത് ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാട് വേണം, ലീഗൽ ആയിട്ടുള്ള കാഴ്ചപ്പാട് വേണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഒരു ഡോക്ടർ ആകുമ്പോൾ മാനുഷിക പരിഗണന പേഷ്യൻസിന് കൊടുക്കണം, അതോടൊപ്പം തന്നെ ലീഗൽ നടപടികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചിലതൊക്കെ എന്താണ് മറ്റുള്ളവരുടെ അണ്ടറിൽ തന്നെ അല്ലെ മാനേജ്മെന്റിന്റെ അവിടെയുള്ള സ്ഥാപനത്തിന്റെ തന്നെ ചിലപ്പോ കോഴ്സ് കൊണ്ടൊക്കെ ഡോക്ടേഴ്സിന് ചിലപ്പോ ഒക്കെ അവര് മനസാക്ഷിക്ക് അനുസൃതമായിട്ടാണെങ്കിൽ കൂടി ചിലപ്പോ റോങ് ആയിട്ടുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ട് വരാം. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നമുക്കറിയാം തൊഴിൽ അല്ലെ, തൊഴിലിനെ പറയുമ്പോൾ ആ തൊഴിലിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം അത് മേലാധികാരികളെ അവരെ വിശ്വസ്തരെന്നുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ചില ഫോഴ്സിന്റെ അല്ലെ നമുക്കറിയാം നമ്മുടെ മേലെ സമ്മർദ്ദം ചെലുത്തുന്നതനുസരിച്ചിട്ട് ചില തെറ്റായ കാര്യങ്ങൾ നമുക്ക് ശരിയാണെന്ന് അറിഞ്ഞാൽ കൂടി ചില തെറ്റായ കാര്യങ്ങൾ പ്രവണതകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ചില കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെ എന്തെങ്കിലും അധികം സമ്മതം പേഷ്യന്റിന് എന്ന സമ്മതം കൂടാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുന്നിരിക്കും. നമുക്കറിയാം വല്ല പാർട്ടിയുടെയൊക്കെ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ അതിന്റെ സമ്മർദ്ദത്തിന്റെ കാഴ്ചപ്പാടിൽ തന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും നിലപാടുകൾ എടുക്കേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാദേശികമായ തലത്തിലൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാതെ വരും, ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്തെന്ന് വരും, ചിലപ്പോ തെറ്റായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയെന്ന് വരും ഇല്ലേ, ഉണ്ടാവില്ലേ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അതായത് ദ വേർഡ് തോട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് തോട്ടസ് വിച്ച് മീൻസ് ട്വിസ്റ്റഡ് ഓർ ക്രൂക്കഡ്. അതായത് വക്രമായ രീതിയിൽ ഉള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. അതായത് സാധാരണ വളച്ചൊടിക്കുക അല്ലെ, നമ്മളുടെ ശരിയായ വശത്തിനെ വളച്ചൊടിക്കുന്ന ഒരു ആക്ഷൻ എടുക്കുക. അത് കൃത്യമായിട്ടും തോട്ടസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത് ലോ ഓഫ് തോട്ട്സ് എന്നുള്ളത്. അതായത് അതിന്റെ മീനിങ് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? ട്വിസ്റ്റഡ് വളച്ചൊടിക്കുക, അല്ലെങ്കിൽ ക്രൂക്കഡ് എന്ന് വെച്ചാൽ വക്രമായ ദൃഷ്ടിയിൽ വളച്ചൊടിക്കുക. എന്താണെങ്കിലും ഏതൊരു നല്ല രാശിയാണെങ്കിലും ചിലപ്പോ തെറ്റായ രീതിയിൽ വളച്ചൊടിച്ച് ആശയത്തിനെ കൊണ്ടുവരുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ തോട്ടസ് അല്ലെ, ലോ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. Then it is defined as any wrong, injury or a damage is done to the person for which a civil suit can be brought. അതായത് നിയമലംഘനം നടത്തുന്ന ഒരു പ്രക്രിയയാണ്. അതായത് റോങ് അല്ലെ, ഒരു തെറ്റായ കാര്യം ചെയ്യുകയാണ്, ചിലപ്പോ എന്തെങ്കിലും ഇഞ്ചുറീസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ തെറ്റായ രീതിയിൽ നിയമലംഘനത്തിനോടുകൂടി തന്നെ അവിടെ നടപടികൾ സ്വീകരിക്കുന്ന അവസ്ഥയാണ് ലോ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആശയം എന്താന്നുള്ള ഒരു ഐഡിയ കിട്ടിയോ?
കിട്ടിയോ? ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് തരേ, കാരണം എനിക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. വേർഡ് ഏതിൽ നിന്ന്, ഏത് വേർഡിൽ ആക്റ്റീവ് ഏതിൽ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് കാണാറുണ്ട്. പിന്നെ അതിന്റെ മീനിങ് എന്താണെന്നുള്ളത് കാണാറുണ്ട്. ട്വിസ്റ്റഡ് അല്ലെങ്കിൽ ക്രൂക്കഡ് എന്നാണ് ടോട്ട്സിന്റെ മീനിങ്. അത് കൃത്യമായിട്ട് തന്നെ ആ നിർവചനാർത്ഥത്തിൽ തന്നെ കാണിക്കാറുണ്ട്. ഇനി റോങ്, ഇഞ്ചുറി ഓർ ഡാമേജ് ഇസ് ഡൺ ടു ദ പേഴ്സൺ ഫോർ വിച്ച് എ സിവിൽ സ്യൂട്ട് ക്യാൻ ബി ബ്രോട്ട്. അതായത് ലോ ഓഫ് തോട്ട്സ് എന്നുള്ള ഡെഫിനേഷനിൽ തന്നെ അത്രയും പോയിന്റ്സ് ആ ഒരു നിർവചനം തന്നെ കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് അല്ലെ, ഈ ഒരു പാരഗ്രാഫ് ചെറുതായിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്യുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട്. എന്താണ് ഐഡിയ എന്നുള്ളത് ഒക്കെയാണ് അല്ലെ. ഇനി കുറച്ച് എക്സാമ്പിളും കൂടി കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, ഇതിൻ്റെതായിട്ടുള്ള മീനിങ് എന്താണെന്ന് നോക്കാം. പോവാലോ? അയച്ചു നോക്കണോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആക്ട് ഓഫ് wrongful കമ്മീഷൻ. ഓക്കെ, ആക്ട് ഓഫ് wrongful കമ്മീഷൻ എന്ന് പറയുമ്പോൾ അൺനെസസറി ഓപ്പറേഷൻ, അതായത് അനാവശ്യമായിട്ടുള്ള പ്രവർത്തനം, കമ്മീഷന്റെ തെറ്റായ പ്രവർത്തനം. അതായത് റോങ് ആയിട്ട് തന്നെ ചിലപ്പോൾ നമുക്ക് വല്ല ദുരിത നിവാരണ അതോറിറ്റി ഇന്ന രീതിയിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഡിസാസ്റ്റർ അല്ലെ, എന്തെങ്കിലും ദുരിതങ്ങൾ പെട്ടെന്ന് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലത് നമുക്കറിയാലോ, ചില ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ ഹോസ്പിറ്റലിലൊക്കെ വേഗം പോയി തന്നെ അല്ലെ അഡ്മിഷനൊക്കെ എടുക്കും. ചില ശരിയായിട്ടുള്ള ആനുകൂല്യം കിട്ടേണ്ട വ്യക്തികളും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? ഫ്ലഡും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ചിലപ്പോ കമ്മീഷൻ തന്നെ ഇതിന്റെ അണ്ടറിലാണ് വന്നിരിക്കുന്നത് അല്ലെ. ചിലപ്പോ നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്നാണോ ഈ ഒരു കൃത്യമായിട്ടുള്ള അനുമതി, ഇതിന്റെ സംഭവം കൊണ്ടാണ്, ഈ ഒരു ഡിസാസ്റ്റർ കൊണ്ടാണ് സംഭവിച്ചതിനൊക്കെയുള്ള ഒരു അനുമതി കമ്മീഷൻ ചിലപ്പോ പെർമിഷൻ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത്തരം രോഗികൾക്ക് തന്നെയാണെങ്കിലും അവർക്ക് ആ രീതിയിൽ ഡീലിങ്സ് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഐഡിയ മനസ്സിലായോ? അതായത് നമുക്ക് കമ്മീഷൻ തെറ്റായ രീതിയിലാണ് അതിന്റെ നടപടികൾക്ക്, ഓപ്പറേഷൻ കാര്യങ്ങൾക്ക്, അതായത് ആ ഒരു പെർമിഷൻ അവർക്ക് കിട്ടുന്നില്ല. ഇത് ഇതിന്റെ കീഴിൽ അണ്ടറിൽ വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് എന്നുള്ള ഒരു അനുമതി തെറ്റായ രീതിയിലായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരം രോഗികൾക്കാണെങ്കിലും അതിന്റെ ആനുകൂല്യങ്ങളൊന്നും ചിലപ്പോൾ കൈപ്പറ്റാൻ പറ്റിയെന്ന് വരില്ല. ചില കേസുകളിൽ നമുക്കറിയാം, ചില ചില പേഷ്യൻസ് ഒക്കെ അല്ലെ, നമുക്ക് ഫ്ലഡിന്റെ സമയത്തൊക്കെ നമുക്കറിയാം ചിലവരൊക്കെ അഡ്മിഷൻ വെറുതെ പോകാനാണെങ്കിലും എടുക്കും. കാരണം കുറച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാം എന്നുള്ള രീതിയിൽ ഉണ്ടാവില്ലേ. അപ്പൊ ഇവിടെ പ്രധാനമായിട്ട് എടുത്ത് പറയുന്നത് കമ്മീഷൻ തെറ്റായ രീതിയിൽ തന്നെയാണ് ആ ഓപ്പറേഷനെ വിശകലനം ചെയ്യുന്നതെങ്കിൽ, ആക്ട് ഓഫ് wrongful കമ്മീഷൻ, അതിന്റെ പെർമിഷൻ തെറ്റായിട്ടുള്ള രീതിയിലാണ് അത് പ്രവർത്തനം തരുന്നതെങ്കിൽ നമുക്കറിയാം അതിന്റെ ആനുകൂല്യങ്ങളൊന്നും പേഷ്യൻസിന് ലഭ്യമാകില്ല. ഓക്കെ, ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ആക്ട് ഓഫ് ഒമിഷൻ, ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്, അതായത് സമ്മതം കൂടാതെ തന്നെ ചിലപ്പോ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കേസ് അല്ലെ, നമുക്കറിയാം എന്തെങ്കിലും നിയമാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലെ. ചിലപ്പോ ഏതെങ്കിലും ഒതുക്കി തിരുത്താൻ വേണ്ടിയിട്ട് തന്നെ ചിലപ്പോ ഈ ഒരു കൺസെന്റ് ഒന്നും ഇല്ലാതെ തന്നെ ഓപ്പറേഷൻ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തി അവരെ റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ആരെയൊന്നും സമ്മതം കൂടാതെ തന്നെ നിർവഹിച്ച് തെറ്റായ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി എടുത്തിരിക്കും. നമുക്കറിയാം കൃത്യമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള അല്ലെ റിലേറ്റീവ്സും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് അതിന് എവിഡൻസ് ഉള്ളു അല്ലെ. അപ്പൊ അതൊന്നും വരുന്നേക്ക് മുമ്പ്, അവരുടെയൊക്കെ സമ്മതം കിട്ടുന്നേക്ക് മുമ്പ് തന്നെ ഏതെങ്കിലും പേഷ്യന്റ് ഒക്കെ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡന്റോ തല്ലുപിടി കേസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ആ രോഗിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു, ഓപ്പറേഷൻ അല്ലെ നമ്മള് എന്താ പറയണേ ഈ പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തുന്നു. ദെൻ അവര് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് കഴിക്കുന്നു. നമുക്കറിയാം അതില് കൃത്യമായിട്ടുള്ള ചില നിയമാവശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ആക്ട് ഓഫ് ഒമിഷൻ, ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. ക്ലിയർ ആയോ? അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ചില കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട്
അല്ലെ? അത്രയും പെട്ടെന്നൊക്കെ തെളിവ് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കും അല്ലെ? നല്ല കൈവശം അല്ലെ, നല്ല കൈപ്പിടിയുള്ളവര് അവരവരുടേതായിട്ടുള്ള ഡോക്ടേഴ്സ് ഹോസ്പിറ്റലിന്റെ ഒക്കെ സേവനം തേടിക്കൊണ്ട് ഈ കേസുകളും കാര്യങ്ങൾക്കും അല്ലെ അതിലേക്ക് ഏർപ്പെടാതിരിക്കാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ആക്ട് ഓഫ് ഓമിഷൻ മീനിങ് എത്രയേ ഉള്ളൂ? ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റൈനിങ് കൺസെന്റ്, സമ്മതം കൂടാതെയുള്ള പോസ്റ്റ്മോർട്ടം. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോൾ നെഗ്ലിജൻസ്. എന്താണ്? സ്വാപ്പ് ഓർ ഇൻസ്ട്രുമെന്റിന് അബ്ഡോമൻ നമുക്കറിയാം അല്ലെ, ചിലപ്പോ പേപ്പറിലൊക്കെ നമ്മൾ ന്യൂസുകൾ കാണാം. എന്താണ്? ഡോക്ടേഴ്സ് അവരുടെ ഭാഗത്തു നിന്നും ചില പിഴവുകൾ ഉണ്ടാവും അല്ലെ. അവര് എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അറിയാതെ എന്താണ് വയറ്റിൽ തന്നെ വെച്ച് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത് വിടുമ്പോഴും അവിടെ എന്താണ് നിയമലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അവിടെ പേഷ്യന്റിന് അല്ലെ, പേഷ്യന്റിന്റെ അറിയില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നതെങ്കിൽ, പക്ഷെ പിന്നീടായിരിക്കും പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരുമ്പോഴായിരിക്കും അദ്ദേഹത്തിന്റെ ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിന്റെ തെറ്റായ നിലപാട് കൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഈ എവിഡൻസ് കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ചാൻസുകളും ഉണ്ടാവാം അല്ലെ. പേപ്പറിലൊക്കെ ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള നെഗ്ലിജൻസ് നമുക്കറിയാം തെറ്റായ കാര്യങ്ങൾ തന്നെയാണ്, നിയമലംഘനങ്ങൾ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആയോ? 3 പോയിന്റ് ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതൊക്കെ നമുക്കറിയാം റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളച്ചൊടിച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള നിലപാടുകളാണ് അല്ലെ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇന്റൻഷണൽ ഇന്റർഫറൻസ് എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്? ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ്. അതായത് നമുക്ക് ചില രോഗികളെ കൊണ്ടുവരുമ്പോൾ അവര് നമുക്കറിയാം ചിലപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സാധാരണ പേഴ്സൺ ആയിരിക്കാം, പക്ഷെ അവരെന്തോ ക്രിമിനൽ പേഴ്സൺ ആണെന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തന്നെ അവരെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും നടപ്പാക്കാനായിട്ട് തുടങ്ങും. തീർച്ചയായിട്ടും പേഷ്യന്റ് ആയിരിക്കുന്ന ഒരവസ്ഥയിൽ അവര് തീർച്ചയായിട്ടും അൺവെല്ലായിരിക്കും അല്ലെ. അവര് രോഗികളാണ്, നല്ല ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ കൂടെ കുറച്ചും കൂടി അല്ലെ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഇടപെടലുകളൊക്കെ വരുമ്പോൾ അവർക്ക് എന്താണ് എന്തെങ്കിലും മെന്റൽ ഡിസീസുകളൊക്കെ അല്ലെ, നമ്മുടെ മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അതാണ് ഇന്റൻഷണൽ. ശരിക്കും ഇന്റർനാഷണൽ എന്നുള്ളതിന്റെ ഒരു എവിടെ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. ഈ ഒരു മീനിങ്ങിൽ എന്ത് ചെയ്യാം? ഇന്റൻഷണൽ ഇന്റർഫറൻസ്, അന്താരാഷ്ട്ര ഇടപെടൽ. ക്ലിയർ ആയോ? എന്താണ് മീനിങ് മനസ്സിലായോ? ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ്. അതായത് ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര നമുക്കറിയാം ഒരു പേഷ്യന്റ് ആയിരിക്കുമ്പോൾ അവര് സാധാരണ രീതിയിൽ ഡോക്ടറും നഴ്സുമാരും ശുശ്രൂഷ കൊടുക്കുന്നതിനൊപ്പം തന്നെ എന്തെങ്കിലും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ വരും. ചിലപ്പോൾ അത് തെറ്റായ റോങ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള രീതിയിൽ ഉള്ള കേസുകളും കാര്യങ്ങളും വായിക്കണമെന്നില്ല അല്ലെ. അപ്പൊ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ വരുമ്പോൾ അവർക്ക് എന്താണ് ഫിസിക്കലി ഡിസ്റ്റർബൻസുകളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻവാഷൻ ഓഫ് റൈറ്റ് ഓഫ് പ്രൈവസി. എന്താണ് ഇൻവാഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്? അതായത് ഡോക്ടേഴ്സ് അവിടെ നമുക്കറിയാം അല്ലെ, പേഷ്യന്റ് ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് മുമ്പിൽ നമ്മള് കോൺഫിഡൻസോടുകൂടി, അതായത് പ്രൈവസി കാര്യങ്ങളാണെങ്കിലും ഓപ്പൺലി കൈകാര്യം ചെയ്യുന്ന നിലപാടായിരിക്കും. അപ്പൊ അവിടെയൊക്കെ ചിലപ്പോ ആണെങ്കിൽ റൈറ്റ് ഓഫ് പ്രൈവസിയിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അല്ലെ, കടന്നു കയറ്റും. അങ്ങനെ വരുമ്പോഴും അത് തെറ്റായിട്ടുള്ള നിയമലംഘനം തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ അത് നിയമലംഘനമാണ്. തന്നെ ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി, അതായത് തൊഴിൽ ലംഘനങ്ങൾ ചെയ്യുക അല്ലെ. നമുക്ക് അറിയാം എല്ലാം വിശ്വസ്തമായിട്ടാണ് നമ്മൾ എവിടെയും സേവനങ്ങൾ നേടിയെടുക്കാൻ പോകുന്നത് അല്ലെ. ചിലപ്പോഴൊക്കെ ചിലയിടങ്ങളിലൊക്കെ തൊഴിൽ ലംഘിക്കുന്നവര് അല്ലെ, ആത്മാർത്ഥമായിട്ട് തൊഴിലിനോട് റെസ്പെക്ട് ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്നവരും ഉണ്ടാവും അല്ലെ. അത് ഏത് പ്രൊഫഷണലായിട്ടും ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള പ്രൊഫഷണൽ സീക്രസി അല്ലെ, ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി, അവര് എന്താണ് തെറ്റായ തൊഴിൽ ലംഘനം നടത്തുന്നവരാണെങ്കിലും അത് ഒരു തരത്തിൽ പറഞ്ഞ എന്താണ് നിയമലംഘനം തന്നെയാണ്. അങ്ങനെ എന്താ പറയുന്നത്? ബാക്ടറി. എന്താണ് ബാക്ടറി എന്ന് പറയുന്നത്? ബാക്ടറി എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കേൾക്കുന്നത് അല്ലെ നമ്മുടെ ബാറ്ററി മാത്രമാണ്. പക്ഷെ ഇങ്ങനെ ഒരു മീനിങ് കൂടി ഉണ്ട്. എന്താണ്? പ്രകരങ്ങൾ ഏൽപ്പിക്കുക.
സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് എ പേഷ്യൻസ് കൺസെന്റ് അല്ലെ, അദ്ദേഹം പരിധിക്ക് അപ്പുറം തന്നെ അദ്ദേഹത്തിന്റെ പേഷ്യന്റിന്റെ പരിധി എന്താണ് പെർമിഷൻ ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അല്ലെ, അദ്ദേഹത്തിന്റെ മേലെ നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ കുറെ അല്ലെ എന്താണ് പ്രകടനങ്ങൾ ഏൽപ്പിക്കുന്ന നിലപാടുകളുണ്ട് അല്ലെ. ശരിയായ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ തന്നെ എന്താണ് പേഷ്യന്റ് അറിയുന്നില്ല ഇത് നമ്മൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ട ഒരു ചികിത്സയാണെന്നൊന്നും പേഷ്യന്റ് തന്നെ അറിയാതെ തന്നെ ഡോക്ടേഴ്സും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാരൊക്കെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രഹരങ്ങളൊക്കെ പേഷ്യൻസിനൊക്കെ ഏൽപ്പിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ എന്താണ് നിയമലംഘനത്തിന്റെ അണ്ടറിൽ വരുന്ന മാറ്റേഴ്സ് ആണ്. അതിൽ ഒരുപാട് ഡിസ്കസ് ചെയ്ത് പഠിക്കാനൊന്നുമില്ല, എന്നാലും ഓരോ സെന്റൻസ് കാണുമ്പോഴും ഇത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അതിൽ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം, ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, അതായത് അത്രയും മീനിങ് ഉള്ള സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. ഇൻ കേസ് അവരുടെ ഹിസ്റ്ററീസ് അല്ലെ, ചിലപ്പോ എല്ലാം അറിയണമെന്നില്ല അല്ലെ, നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ രോഗിയായിരിക്കുമ്പോൾ എല്ലാ ഹിസ്റ്ററിയും അവരോട് വെളിപ്പെടുത്തണമെന്നില്ല. ചിലപ്പോൾ അവർ ചോദിച്ച് എല്ലാ സ്വകാര്യതയും നമ്മളിൽ നിന്ന് നേടിയെടുക്കാനായിട്ടുള്ള ഒരു സാധ്യത അവർക്ക് ഉണ്ടാവാം. അതാണ് ഇൻവാഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറയുന്നത്, സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം. അത് ഏത് രീതിയിലുള്ള സ്വകാര്യതയിലേക്കുമായിട്ട് കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യം നമുക്കറിയാം. നമ്മൾ പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ, പേഷ്യന്റ് ആയിട്ടാണ് ഡോക്ടറിനെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിന് മുമ്പിൽ അല്ലെ, ഡോക്ടേഴ്സ് ചോദിക്കുന്നതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തും അല്ലെ. അത് എന്താണെങ്കിലും, ഇത് അവയവത്തിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഇൻ കേസ് ഹിസ്റ്ററീസിന്റെ കാര്യമാണെങ്കിലും അല്ലെ. അപ്പൊ അത് ശരിയായ ദിശയിലല്ല അത് എടുക്കണമെങ്കിൽ തെറ്റായ ഒരു പ്രവണത തന്നെയാണ്. നെക്സ്റ്റ് എന്താ പറയുന്നത്, 6 പോയിന്റ് കഴിഞ്ഞാൽ 7th ബാറ്ററി എന്ന് പറയുന്നത് പ്രഹരങ്ങൾ ഏൽപ്പിക്കുക. അതായത് ഡോക്ടറിന്റെ അല്ലെങ്കിൽ നഴ്സുമാരെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്. ഇൻ കേസ് ഹോസ്പിറ്റലിലാണെങ്കിലും, ഇൻ കേസ് നമ്മളെ ലോ ഓഫ് തോട്ട്സ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിനെ മാത്രമല്ല റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ, എല്ലാ പ്രൊഫഷനിലും നമ്മൾ എന്താണ് റെപ്രസെന്റ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ ലോ ഓഫ് തോട്ട്സിൽ എടുത്ത് പറയുന്നത് എന്താണ്, പ്രഹരങ്ങൾ ഏൽപ്പിക്കുക അല്ലെ. ചിലപ്പോ ആണെങ്കിൽ അവരുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ഏത് രീതിയിലുമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ വിശ്വസ്തരായിട്ടായിരിക്കും പേഷ്യന്റ് ആയിരിക്കുന്ന നിലവിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇൻ കേസ് അവിടെയുള്ള ഡോക്ടേഴ്സും പ്രൊഫഷണൽ ആയിട്ടുള്ള ഏത് തൊഴിലാളികളും നൽകുമ്പോഴും അവിടെ എന്തെങ്കിലും അല്ലെ രോഗിയുടെ സമ്മതത്തിന്റെ പരിധിക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പ്രഹരങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് ആവശ്യമാണെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് ആ രോഗിക്ക് ആവശ്യമാണോ? ഓക്കെ, നമ്മൾക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യ ബോധം ഉണ്ടാവില്ല അല്ലെ. ഒരു ന്യൂറോളജിനെ കാണുന്ന ഒരു മെഡിക്കലാണ് പോണെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഒരു നെഫ്രോളജിനെ കാണണമെന്നുണ്ടാവാം അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ എന്താണ്, നെഫ്രോളജി വിദഗ്ധനെ ചിലപ്പോൾ കാണേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് പോകും. ചിലപ്പോൾ ആണെങ്കിൽ അവരും വേറെ ചെയ്യണം. ചിലപ്പോൾ അതൊക്കെ അതിന്റെ ഒന്നും ആവശ്യകത ഇല്ല എങ്കിൽ പേഷ്യന്റിനെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടല്ലേ, ആണോ? ഇപ്പൊ ഉള്ള ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഉണ്ടാവില്ലേ ബുദ്ധിമുട്ടുകളാണ് അല്ലെ. അത് നമുക്കറിയാം, നമ്മളുടെ എന്താണ് പേഷ്യന്റിന്റെ ആവശ്യം രോഗം മാറണമെന്നുള്ളതാണ്. ആ പേഷ്യന്റിന്റെ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ഹോസ്പിറ്റലിൽ സമീപിക്കുമ്പോൾ അവര് എന്താണ് പറയുന്നത് അത് ഉൾക്കൊള്ളാനായിരിക്കും ഏതൊരു പേഷ്യന്റ് തയ്യാറാവുന്നത്. ശരിയല്ലേ? ശരിയാണോ? അവര് പറയാണ് ഒരു സ്കാനിങ് നടത്തണം അല്ലെ, അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ അതിന് പേഷ്യന്റ് ആയത് നിലയ്ക്ക് എന്താണ് അതിനെല്ലാം തയ്യാറാവും അല്ലെ. അപ്പൊ പക്ഷെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെന്റിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ എന്താണ്, അത് ആക്ച്വലി ആ പേഷ്യന്റിനോട് ചെയ്യുന്ന ഒരു പ്രഹരം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അതാണ് പറയുന്നത്, ഇൻ കേസ് സർജൻ ഗോയിങ് ടു ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് എ പേഷ്യന്റ് കൺസെന്റ്,
അപ്പൊ സർജൻ ഇങ്ങനെ കണ്ടത് അല്ലെ, എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് കാണുന്നതായിരിക്കും അല്ലെ, ഓപ്പറേഷൻ ടൈമിലായിരിക്കും എന്തെങ്കിലുമൊക്കെ കാണുന്നത്, എവിഡൻസുകൾ കിട്ടുന്നത്. അദ്ദേഹം നിർദ്ദേശിക്കുന്ന അനുസരിച്ച് പേഷ്യൻസ് അത് ആക്സെപ്റ്റ് ചെയ്യും. അദ്ദേഹം പറയും ഇന്ന അല്ലെ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ സമീപിക്കണം, ഇന്ന പ്രോബ്ലം ഉണ്ട്. ദെൻ അവിടെ സമീപിക്കുമ്പോൾ അവിടത്തെ കാര്യമായിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടപ്പാക്കും. അപ്പൊ സർജൻ കൃത്യമായിട്ടല്ല പ്രവചിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യന്റിന് എതിരെ പ്രവർത്തിക്കുന്ന, പ്രകാരം ഏൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ, നിയമലംഘന വ്യവസ്ഥ തന്നെയാണ് അവിടെ നടപ്പാക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇതിലെ ഒറ്റ പോയിന്റ് ഒരു സെന്റൻസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. ജസ്റ്റ് വായിച്ചാൽ അല്ലെ ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഓക്കെ, വേറെ എന്തെങ്കിലും പോയിന്റ്? അല്ലേ, നമുക്ക് എപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കുമ്പോൾ എപ്പോഴും പേടിച്ച കാര്യമാണ് അല്ലെ, രോഗം വരാതിരിക്കാനായിട്ടാണ് പരമാവധി എല്ലാവരും ശ്രമിക്കുക. കാരണം രോഗം വന്നു കഴിഞ്ഞാൽ പേടിയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. എന്ന് വെച്ച് നമ്മൾ എന്തായാലും ഡോക്ടേഴ്സിനൊക്കെ അല്ലെ, ആവശ്യം വന്ന ഡോക്ടേഴ്സിനെ സമീപിക്കണം. കാരണം നമ്മുടേതായിട്ടുള്ള ചികിത്സ ഒരിക്കലും നല്ലതല്ല അല്ലെ. അപ്പൊ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മിസ്ലേനിയസ് ടോട്ടസ്. എന്താണ് മിസ്ലേനിയസ് ടോട്ടസിൽ പറയുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കാം. നോയിസൻസ്, ഇൻകൺവീനിയൻസ് ടു പബ്ലിക്, അതായത് പൊതുജനത്തിന് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ശല്യം അല്ലെ, ഉപദ്രവത്തിനെയാണ് നോയിസൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്തെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും അല്ലെ, എല്ലാം ഭയങ്കര സൗണ്ടും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുകയാണ്. കേസിൽ നമുക്കറിയാം മെന്റലി ഡിസ്റ്റർബ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെയാണ്. അതൊക്കെ എന്താണ് ചില പ്ലേസുകളിലൊക്കെ ആവുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേർക്ക് ശല്യമുണ്ടാകും അല്ലെ. നമുക്കറിയാം ഇതെല്ലാം ഫേസ് ചെയ്യേണ്ടതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ലംഘനങ്ങൾ അത് നിശ്ചിതമായ പ്ലേസിലൊക്കെ തന്നെ ആയിരിക്കണം സ്ഥാപിക്കേണ്ടത് അല്ലെ. അല്ലാതെ പക്ഷം അത് എല്ലാവർക്കും പൊതുജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഇനി ഹോസ്പിറ്റലിന്റെ ചില വിങ്ങുകളൊക്കെ ചില ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൃത്യമായിട്ടുള്ള പ്ലേസിൽ തന്നെയാണ് സ്ഥാപിക്കേണ്ടത്. അല്ലാതെ തെറ്റായ പ്ലേസുകളിലൊക്കെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ജനങ്ങൾക്കൊക്കെ പ്രോബ്ലംസ്, ഇറിറ്റേഷൻ പ്രോബ്ലംസ് ഒക്കെ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മിസ്റെപ്രസെന്റേഷൻ, അതായത് മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെസീറ്റ് എന്ന് വെച്ചാൽ തെറ്റായി അവതരിപ്പിക്കുക. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായിട്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടുള്ള കാര്യങ്ങളല്ലാത്ത രീതിയിൽ തെറ്റായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അത് ശരിയാന്നുള്ള രീതിയിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അതെന്താണ് ഒരു തരത്തിലുള്ള വഞ്ചനാപരമായിട്ടുള്ള ഒരു നിയമലംഘനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഡെഫമേഷൻ. എന്താണ് ഡെഫമേഷൻ എന്ന് പറയുന്നത്? അപകീർത്തിപ്പെടുത്തൽ അല്ലെങ്കിൽ അപവാദം അല്ലെ. ഈ കേസിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ അല്ലെങ്കിൽ നഴ്സുമാരെ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ അവരെ അപകീർത്തിപ്പെടുത്താനൊക്കെ ആയിട്ട് സാധ്യതകളുണ്ട് അല്ലെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചില ഹോസ്പിറ്റലിന്റെ സൽപ്പേര് കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടും ചിലവരൊക്കെ ഇനീഷ്യേറ്റീവായിട്ട് ചില കാര്യങ്ങൾ കെട്ടിച്ചമച്ചെന്ന് വരും അല്ലെ. അവിടെ ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകതയുണ്ട്, അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും, അവിടെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആവില്ല അല്ലെ. അങ്ങനെയൊക്കെയുള്ള ഡെഫമേഷനും വരാനായിട്ടുള്ള എന്താണ് അപകീർത്തിപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? ചില ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിലും അല്ലെ നല്ല പ്രൊഫഷനായിട്ട് നല്ല രീതിയിൽ തന്നെ സേവനം ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ചിലപ്പോഴെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അപവാദങ്ങളൊക്കെ പ്രചരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? ഓക്കെയാണോ? സ്ലാൻഡർ, ലൈബൽ, ഓക്കെ, തെറ്റായ പ്രചരണം. ഓക്കെ, അപ്പൊ ആ മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാലീഷ്യസ്. എന്താണ് മാലീഷ്യസ് എന്ന് പറയുന്നത്? മാലീഷ്യസ് പെർക്യൂഷൻ. എന്താണ് മാലീഷ്യസ് പെർസെക്ഷൻ എന്ന് പറയുന്നത്? മാലീഷ്യസ് പെർസെക്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രം തന്നെയാണ്. എന്താണ്? ദുരുദ്ദേശപരമായിട്ടുള്ള പ്രോസിക്യൂഷൻ. അതായത് ദുരുദ്ദേശപരമായിട്ടുള്ള രീതിയിൽ ഫയലും കാര്യങ്ങളൊക്കെ അല്ലെ, പ്രോസിക്യൂഷന് മുമ്പില് അത് കറക്റ്റ് ആയിട്ടുള്ള വെളിപ്പെടുത്തൽ അല്ലാത്ത രീതിയിൽ അല്ലെ, എന്തെങ്കിലും നമുക്കറിയാം എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും തടയും എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ തന്നെ പ്രോസിക്യൂഷന് മുമ്പിൽ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ് നിരത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതും നിയമലംഘനം തന്നെയാണ്. ഇതാണ് പറയുന്നത് മാലീഷ്യസ്
ഓക്കെ, പെർസിക്യൂഷൻ, മലീഷ്യസ് പെർസിക്യൂഷൻ, അതായത് ദുരുദ്ദേശപരമായിട്ടുള്ള പ്രോസിക്യൂഷനെ കുറിച്ചിട്ടുള്ള പറയുന്നതാണ് മലീഷ്യസ് പ്രോസിക്യൂഷൻ, ക്ഷുദ്രകരമായിട്ടുള്ള പീഡനം. ഓക്കെ, അതിന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. നമ്മള് അല്ലെ കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കെ തന്നെ എന്താണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷന് മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് മലീഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഇതൊന്നും വായിക്കാണ്ടൊന്നും പഠിക്കണ്ട കേട്ടോ, ഇത്തരം പോയിന്റ്സുകളൊന്നും കാണാറില്ല. എന്നാലും ഓരോ പോയിന്റ്സും എന്താ പറയുക കവർ ചെയ്ത് പോണമല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തില് കൂടുതലായിട്ട് അല്ലെ ഏതൊരു ഉപഭോക്താവിനും അർഹതപ്പെടുന്നത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ്. ദിസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് എന്താണ് സെപ്റ്റംബർ അല്ലെ 1st September 1987 അല്ലെ, വിതിൻ എഫക്ട് ഫ്രം അല്ലെ WEF എന്ന് പറയുമ്പോൾ വിതിൻ എഫക്ട് ഫ്രം 1987 സെപ്റ്റംബർ 1 മുതലാണ് ഈ ആക്ട് നിലവിൽ വരുന്നത്. Then advantage, minimal cost is involved and matter is decided within 3 to 4 months. അതായത് നിശ്ചിത തുക അല്ലെ നമ്മളൊരു മിനിമം കോസ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ കൺസ്യൂമറിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്താണോ കൺസ്യൂമർ ഉദ്ദേശിക്കുന്നത്, അതായത് ഉപഭോക്താക്കൾ എന്താണോ ആവശ്യം വരുന്നത് അതിനുള്ള തീരുമാനം കണ്ടെത്താൻ. നമുക്കറിയാം ഒരു അല്ലെ നമ്മളൊരു പേപ്പർ ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചിത കോസ്റ്റിലാണ് പേപ്പർ ഫയൽ ചെയ്യുന്നത്. വിതിൻ അല്ലെ എന്താ പറയുന്നത് 3 to 4 monthസിനുള്ളിൽ തന്നെ അതിന്റെ റിപ്ലൈ നമുക്ക് ലഭ്യമാകും. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ് 1987 സെപ്റ്റംബർ 1. എന്താ പറയുന്നത്, അഡ്വാൻറ്റേജ് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവഡ് അല്ലെ, ചെറിയ തുകകൾ തന്നെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കും. അതായത് 3-4 മാസത്തിനുള്ളിൽ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ എത്തും. Then provide redressal for defective goods, then deficit service, unfair trade practices. അതായത് നമുക്ക് പരിഹാരം അല്ലെ, നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് ഒക്കെ മേടിച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു അല്ലെ കൃത്യമായിട്ട് തന്നെ എന്തെങ്കിലും ശരിയല്ലാത്ത ഗുഡ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കണമെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്തി തരും. തന്നെ നല്ലതല്ലാത്ത രീതിയിലുള്ള സേവനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ അല്ലെ മറുപടിയായ രീതിയിൽ കൃത്യമായിട്ടുള്ള സേവനത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, അതായത് അതുമാതിരി അന്യായമായിട്ടുള്ള വ്യവഹാര അല്ലെ സംരംഭങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ പ്രാക്ടീസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു പേയ്മെന്റോട് കൂടിയിട്ടാണ് ഏതൊരു സർവീസും ഏതൊരു ഗുഡ്സും അല്ലെ എല്ലാം നമ്മൾ നേടിയെടുക്കുന്നത് അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ തീർച്ചയായിട്ടും അവിടെ പേയ്മെന്റ് നടത്തണം, എന്നാൽ മാത്രമാണ് നല്ല സർവീസ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ, ശരിയല്ലേ? ശരിയാണ്. അതുപോലെ തന്നെ നമ്മളൊരു സാധനം മേടിക്കുമ്പോഴും അവിടെ അതിൻ്റെതായ എമൗണ്ട് പേയ്മെന്റ് കൊടുത്തിട്ടാണ് നമ്മൾ സാധനം മേടിക്കുന്നത് അല്ലെ. പക്ഷെ കൊടുത്ത ഫണ്ടിനനുസരിച്ചിട്ടുള്ള സാധനമോ അല്ലെങ്കിൽ സേവനമോ ലഭ്യമല്ല എങ്കിൽ അതിനെതിരെയാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത് അല്ലേ, ശരിയല്ലേ? നമുക്ക് കൊടുത്ത ഫണ്ടിനനുസരിച്ചിട്ട് റിട്ടേൺ കിട്ടിയില്ല എങ്കിലാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ കോടതിയെ സമീപിക്കുന്നത്. അതിന് പരിഹാരം എന്താണ് 3-4 മാസത്തിനുള്ളിലാണ് ലഭ്യമാകുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? ആണോ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താന്ന് മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്, അഡ്വാൻറ്റേജ് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവഡ്. അതായത് നമ്മളിപ്പോ കൺസ്യൂമർ പ്രൊട്ടക്ഷന്റെ ആക്ടിന്റെ കീഴിൽ നമ്മൾ ഒരു അല്ലെ അതിന്റെ ഒരു ക്ലിയറൻസിന് വേണ്ടിയിട്ട് ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു അല്ലെ കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തുക മുടക്കേണ്ടതായിട്ട് വരും. അതാണ് പറയുന്നത് അഡ്വാൻറ്റേജ് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവഡ്. നമ്മൾ പരാതി കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ടല്ല പരാതി കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഒരു 10 രൂപ അല്ലെ ആ സ്റ്റാമ്പ് പതിച്ച ഒരു കവറിലിട്ടിട്ടാണ് പരാതി കൊടുക്കേണ്ടി വരുന്നത് അല്ലേ, അതാണ് പറയുന്നത്. ദെൻ അതിന്റെ നമ്മളുടെ തീരുമാനം എന്താണ് 3-4 മാസത്തിനുള്ളിൽ കിട്ടുമെന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ,
ഓക്കെ. കൺസ്യൂമർ എന്താണ്? കൺസ്യൂമർ എന്ന് പറയുന്നത് ഉപഭോക്താവ് ആരാണ്? എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. അതായത് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, നമ്മൾ നിശ്ചിതമായ തുക കൊടുത്തിട്ടാണ് നമ്മൾ സേവനം നേടിയെടുക്കുന്നതും ഒരു സാധനമൊക്കെ പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയെ അതിനെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത് അല്ലെ. സ്വന്തം അല്ലെ വീട്ടിൽ തന്നെ മക്കൾക്ക് എന്താണ് എന്തെങ്കിലും സേവനം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ കൺസ്യൂമറും അല്ലെന്ന് ആരുമില്ല അല്ലെ. അവിടെ എന്താണ്, അവിടെ ഓട്ടോമാറ്റിക്കലി ഉള്ള ബന്ധത്തിന്റെ പുറത്താണ്. അതല്ലാതെ നമ്മളൊരു നിശ്ചിത എമൗണ്ട് കൊടുത്തിട്ട് നമ്മളൊരു സർവീസ്, അല്ലെങ്കിൽ ഇൻ കേസ് നമുക്കറിയാം ഒരു ട്യൂഷൻ എടുക്കുന്ന ഒരു ഫാദറോ മദറോ ഒക്കെ ആണെങ്കിൽ അവരവരുടെ കുട്ടിക്കാണെങ്കിൽ എന്താണ് അവിടെ പേയ്മെന്റ് ഈടാക്കുന്നില്ല. അതല്ലാതെ പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മളൊരു സർവീസ് നേടുകയോ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുത്ത് നമ്മളൊരു വസ്തു മേടിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഉപഭോക്താവ് എന്നുള്ള പദം വരുന്നുണ്ട്. അത് വ്യക്തിയെയാണ് കൺസ്യൂമർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണോ? ഓക്കെ ആയില്ലേ? കൺസ്യൂമർ എന്താണെന്ന് കൂടി പറയണോ? The person who hires any services for any consideration. എന്തെങ്കിലും കൺസിഡറേഷൻ അല്ലെ, എന്തെങ്കിലും ഒരു സേവനം നേടിയെടുക്കണമെങ്കിൽ, പരിഗണിക്കണമെങ്കിൽ അല്ലെ, എന്തെങ്കിലും സേവനം നേടിയെടുക്കുന്ന വ്യക്തി എന്തെങ്കിലും പരിഗണനയുടെ പുറത്തായിട്ടാണ് ആ സേവനം അല്ലെങ്കിൽ ഗുഡ്സ് നേടിയെടുക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഇവിടെ പറയുന്നത് കൺസ്യൂമർ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതായത് ഈ പദത്തിൽ വരുന്ന ഡെഫിഷ്യൻസിയെയും അതേമാതിരി തന്നെ കൺസ്യൂമർ എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരുന്നത്. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അപര്യാപ്തത അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് അനുസരിച്ചിട്ടുള്ള സേവനമോ ഗുഡ്സോ കിട്ടിയില്ലെങ്കിൽ അവിടെ ദൗർലഭ്യം, അവിടെ ഒരു കുറവ് രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ. എ ഫോൾട്ട് എന്താണ്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ inadequacy in the quality or nature and manner of performance of a contract or otherwise in relation to the service. അതായത് ഇവിടെ എന്താണ് എടുത്ത് പറയുന്നത്, ഒരു കോൺട്രാക്ട് അല്ലെ, നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്, നമ്മളൊരു പൈസ ഒരു എന്താണ് ഷോപ്പ് കീപ്പറിന് കൊടുക്കുമ്പോൾ എന്താണ് അവിടെ ഒരു കോൺട്രാക്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. കാരണം ഇന്ന ഗുഡ്സ് മേടിക്കാനായിട്ടാണ് നമ്മൾ ആ പേയ്മെന്റ് അവിടെ കൊടുക്കുന്നത് ഇല്ലേ, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ അത് തന്നെയാ പറയുന്നത്. എ ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ ഇൻആഡിക്വസി ഇൻ ദ ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ ഓഫ് എ പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട്. ആ കോൺട്രാക്റ്റിൽ നമ്മൾ ഏൽക്കുമ്പോൾ അല്ലെ, ഏർപ്പെടുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ഉള്ള റിട്ടേൺ അല്ല നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ല കൃത്യമായിട്ടുള്ള രീതിയിലല്ല അവിടെ നിന്ന് ആ പ്രകടനം, അതായത് സർവീസ് ആ പ്രകടനം നമുക്ക് കിട്ടുന്നതെങ്കിൽ or otherwise in relation to the service. ഓക്കെ, സർവീസ് എന്ന് പറയുന്ന മീനിങ്ങിൽ എടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു പ്രകടനമല്ല അവിടെ നിന്ന് കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഡെഫിഷ്യൻസി, ദൗർലഭ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു 100 രൂപ കൊടുത്ത് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ 100 രൂപയ്ക്ക് 100 റുപ്പീസിന് മതിയായ രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആണ് ലഭ്യമാകേണ്ടത് അല്ലെ. ഇൻ കേസ് അങ്ങനെ ലഭ്യമായിട്ടില്ല എങ്കിൽ നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കോടതിയെ സമീപിക്കില്ല അല്ലെ. ഒരു വലിയ ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കോടതിയെ സമീപിക്കുക. ഇൻ കേസ് നമുക്കറിയാം ലക്ഷങ്ങൾ രൂപയോട് വില മതിക്കുന്ന സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിനു ശേഷം അത് മതിയായ രീതിയിലല്ലാതെ വരുമ്പോഴൊക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കുന്നത് അല്ലെ. കൃത്യമായിട്ടുള്ള എവിഡൻസോട് കൂടിയിട്ടായിരിക്കും കോടതിയെ സമീപിക്കുക. ഓക്കെ, തട്ടിപ്പുകളൊക്കെ നടത്തുമ്പോൾ. അപ്പൊ അവിടെ ഡെഫിഷ്യൻസി, ദൗർലഭ്യം വരുന്നു. നല്ല ഗുഡ്സ് അല്ലാതെ, നല്ല ക്വാളിറ്റി അല്ലാത്ത ഗുഡ്സ് ആവുമ്പോൾ. അത് മാത്രമല്ല നമ്മൾ നല്ല സർവീസ് കിട്ടും എന്നുള്ള കണ്ടീഷനിലായിരിക്കും. ഇൻ കേസ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നല്ല സർവീസ്, രോഗം മാറും എന്നുള്ള കണ്ടീഷനൊക്കെ ഉറപ്പ് വരുത്തിയിട്ടായിരിക്കും നമ്മൾ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ വേണമെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ രോഗി രക്ഷപ്പെടുന്നത് അല്ലെ. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എവിഡൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഴയ ഹോസ്പിറ്റലിൽ ഒരുപാട് ഫണ്ടൊക്കെ നമ്മളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, തെറ്റായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോടതിയെ സമീപിക്കും. കാരണം ന്യായമായിട്ടുള്ള അവരുടെ ഉപഭോക്താവിന്റെ ആവശ്യമാണത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡെഫിഷ്യൻസി എന്നുള്ള അതിന്റെ അണ്ടറിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്താണ് ദൗർലഭ്യം എന്നുള്ള കാര്യം മനസ്സിലായോ?
ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. ഓക്കെ, നെക്സ്റ്റ് നോക്കുമ്പോ സർവീസ്. ഈ ഒരു ചാപ്റ്റർ അങ്ങോട്ട് പെട്ടെന്ന് നീങ്ങില്ല, കാരണം ചെറിയ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും മനസ്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്നവരേക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. സർവീസ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിങ് ഫ്രീ സർവീസ്. അതായത് ഫ്രീ സർവീസ് അല്ലാത്ത സേവനങ്ങളൊക്കെ നമുക്ക് എന്താ പറയാം, സർവീസ് എന്നുള്ളതിന്റെ അണ്ടറിൽ വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോ ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുക്കുന്ന വ്യക്തികൾ ഉണ്ടാവും, പേയ്മെന്റോട് കൂടിയിട്ടുള്ള ട്യൂഷൻ സെന്ററുകളൊക്കെ ഉണ്ടാവും അല്ലെ. അത് ചിലപ്പോൾ നല്ല ലംസം എമൗണ്ട് നേരത്തെ കൊടുത്തിട്ടായിരിക്കും അവർ ആ സർവീസ് ഒക്കെ മേടിക്കുന്നത്. കൃത്യമായിട്ടുള്ള സർവീസ് കൃത്യമായിട്ടുള്ള ടൈമിലൊന്നും അവർ കൊടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, പേയ്മെന്റിനെതിരെ അവര് കോടതിയിൽ സമീപിക്കും അല്ലെ. ഇൻ കേസ് ഏതൊരു സർവീസ് ആണെങ്കിലും അല്ലെ. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത്, ഫ്രീ ആയിട്ടുള്ളതല്ലാത്ത സേവനങ്ങള് ലംസം എമൗണ്ട് പേയ്മെന്റ് കൊടുത്തതിന് ശേഷം സേവനം നേടിയെടുക്കാം എന്നുള്ള വ്യവസ്ഥകളിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നവര് ആ കൺസ്യൂമറിന് കൃത്യമായിട്ടുള്ള സേവനം ലഭ്യമാക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ്, കോടതിയെ സമീപിക്കും. ക്ലിയർ അല്ലേ? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. ഫ്രീ സർവീസ് അല്ലാത്ത സർവീസുകളെയാണ് സർവീസ് എന്ന പദത്തിന്റെ അണ്ടറിൽ വരുത്തുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ടൈം ലിമിറ്റേഷൻ പറയുന്നത്, a claim for a concern എന്താണ്, കോമ്പൻസേഷൻ അണ്ടർ CPA. CPA എന്ന് പറയുന്നത് എന്താണ്? സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഇതാണ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. അതൊന്ന് നോട്ട് ചെയ്തേരെ, കാരണം അബ്രിവേഷൻസ് ഒരു വീക്ക്നെസ് ആണ് അല്ലെ. ക്വസ്റ്റ്യൻസിൽ മിക്കപ്പോഴും കാണുന്നത് കൊണ്ട് തന്നെ എല്ലാ അബ്രിവേഷൻസ് നോട്ട് ചെയ്തേരെ. CPA എന്ന് പറയുമ്പോൾ എന്താണ്? സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഓക്കെ, നോട്ട് ചെയ്തില്ലേ? എ ക്ലെയിം ഫോർ, ഒന്നുകൂടി പറയാം, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. ഓക്കെ അല്ലേ? എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് മസ്റ്റ് ബി ഫിൽഡ് വിത്തിൻ 3 years. അതായത് 3 വർഷത്തിനുള്ളിൽ അല്ലെ, നമ്മള് ഒരു കേസ് അതിന്റെ നഷ്ടപരിഹാരം 3 വർഷത്തിനുള്ളിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിലെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കണം. നമുക്കറിയാം, തീർപ്പ് കൽപ്പിക്കാൻ 3 or 4 months ഇന്ന തീർപ്പ് കൽപ്പിക്കണമെന്ന് ഉള്ള നിർദ്ദേശം ലഭിക്കാം. നഷ്ടപരിഹാരം 3 വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കണം. ഓക്കെ, ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ, അത് നമുക്കറിയാം, അത് ഇന്ന വ്യക്തിയുടെ അല്ലെ, ഒരു പ്രത്യേകമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടന്റ് അതായത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും കോമ്പൻസേഷൻ തുകയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ആ തുകയൊക്കെ 3 വർഷത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. then പറയുന്നു, നാഷണൽ ഫോറം ഡീൽസ് കേസസ് മോർ ദാൻ 30 lakhs. ഇങ്ങനെയുള്ള കേസുകൾ 30 ലക്ഷത്തിലേറെ എന്താണ് ദേശീയ തലത്തിലുണ്ട്. ഓക്കെ, നമുക്ക് അറിയാം ഓരോ വർഷം കൂടുന്തോറും ഇങ്ങനെയുള്ള കേസുകളുണ്ട് അല്ലെ. മിക്കവാറും ഇങ്ങനത്തെ കേസുകളൊക്കെ എല്ലാവരും, ഒരുപക്ഷെ നമ്മളും അതിനൊക്കെ വേറെയായ വ്യക്തികളായിരിക്കും. അപ്പൊ ഇങ്ങനത്തെയുള്ള കേസുകൾ എന്താ പറയുന്നത്, നാഷണൽ ലെവലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 ലക്ഷത്തിലധികം കേസുകളുണ്ട്. സ്റ്റേറ്റ് ഫോറം എടുക്കുമ്പോൾ 5 ലക്ഷം അല്ലെ, 5 ലക്ഷത്തിലധികം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിക്ട് ഫോറം എടുത്ത എന്താണ്, up to 5 lakhs, അതായത് 5 ലക്ഷം വരെയുള്ള കേസുകൾ. ഓക്കെ, നമുക്ക് ഇത്രയും കേസുകൾ 1 year തീർപ്പ് കൽപ്പിച്ച് പോകാൻ സാധിക്കും. ഓക്കെ, ഇതാണ് പറയുന്നത്, 3 വർഷത്തിനുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. പ്രധാനമായിട്ടും എന്താണ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റിന്റെ അണ്ടറിലായിരിക്കും ഇത്തരത്തിലുള്ള കോമ്പൻസേഷൻസ് ഒക്കെ. ഇതൊന്നും ഇമ്പോർട്ടന്റ് ഒന്നല്ല കേട്ടോ, അത് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇങ്ങനെ നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും ഇന്ന കേസുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി തരുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ, നമുക്കപ്പോ ഒരു അടുത്തൊരു പോയിന്റും കൂടി അടുത്ത് പോവാം. നമുക്കൊരു വലിയ ചാപ്റ്റർ ഇവിടെ അവശേഷിക്കുന്നുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാതെ പറ്റില്ല. ഇത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഓരോ പോയിന്റ്സും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്താൽ കുഴപ്പമില്ലല്ലോ.
ഓക്കെ. ഇനി പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് നോക്കാം. അതായത് പേഷ്യന്റിന്റെ തരത്തിലുള്ള അവകാശങ്ങൾ അല്ലെ, നമ്മുടെ ബില്ലിന്മേലുള്ള അവകാശങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. റെസ്പെക്ട്ഫുൾ കെയർ, അതായത് ഓരോ പേഷ്യന്റിനും നല്ല രീതിയിലുള്ള കെയർ അവകാശപ്പെട്ടതാണ് അല്ലെ, ബഹുമാനാർത്ഥമുള്ള കെയർ. ഏതൊരു പേഷ്യന്റ് ആണെങ്കിലും ഹോസ്പിറ്റലിൽ അവരെ ബഹുമാനിക്കുക. നമ്മള് എന്താ പറയുക ാണ് എന്തായാലും അതിലേക്കൊന്നും ഡീപ്പായിട്ട് പോകുന്നില്ല. അതായത് റെസ്പെക്ട്ഫുൾ കെയർ ഓരോ പേഷ്യന്റും അർഹതപ്പെട്ടതാണ് അല്ലെ, എല്ലാവരും ബഹുമാനിച്ച് തന്നെ ഏത് പേഷ്യന്റ് ആണെങ്കിലും അവർക്ക് കിട്ടേണ്ട കെയർ കിട്ടേണ്ടതാണ്. കംപ്ലീറ്റ് ഇൻഫോർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അതായത് ഏതൊരു ഇൻഫോർമേഷനും ഏതൊരു പേഷ്യന്റിനും രോഗനിർണയത്തെ കുറിച്ചും ട്രീറ്റ്മെന്റിനെ കുറിച്ചും അല്ലെങ്കിൽ എത്രത്തോളം പുരോഗതി നമുക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും അല്ലെങ്കിൽ ഓരോ മെഡിസിൻസ് കഴിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ പുരോഗതി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ടും അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഏതൊരു പേഷ്യന്റും അർഹിക്കുന്നതാണ് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ആയിട്ട് ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുത്തരുന്ന മെഡിസിൻസ് വീണ്ടും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടതായിട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം അതുകൊണ്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ അല്ലെ, പുരോഗതി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാനുള്ള അവകാശമുണ്ട്. Then patient has the right to information from a doctor before he gives the consent. അതായത് ഡോക്ടറിന്റെ സമ്മതത്തോടു കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും പേഷ്യന്റിന് അറിഞ്ഞിരിക്കാനുള്ള അവകാശമുണ്ട് അല്ലെ. നമ്മളിപ്പോ ട്രീറ്റ്മെന്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ട്രീറ്റ്മെന്റിന്റെ പുരോഗതിയും കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാനായിട്ടുള്ള ഡോക്ടറിന്റെ സാന്നിധ്യത്തിൽ തന്നെ അറിഞ്ഞിരിക്കാനുള്ള അവകാശവും ഓരോ പേഷ്യന്റിനും ഉണ്ട് എന്നുള്ളത്. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ഫ്രം ഡോക്ടർ ബിഫോർ ഹി ഗിവ്സ് കൺസെന്റ്. ഓക്കെ, ഡോക്ടറുടെ മുമ്പിൽ തന്നെ ഇത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശമുണ്ട്. Then right to refuse the treatment to the extent permitted by law and to be informed. എന്താണ് പറയുന്നത്? റൈറ്റ് ടു റെഫ്യൂസ് ദ ട്രീറ്റ്മെന്റ്, അതായത് നിരസിക്കാനായിട്ട് അല്ലെ, നമുക്ക് ചില ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള നിരസിക്കാനുള്ള അവകാശമുണ്ട്. then അതേമാതിരി തന്നെ പരിധി വരെ, അതായത് എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ലോ, ലോ പറയുന്ന പരിധി വരെ അല്ലെ ടു ബി ഇൻഫോംഡ്, അത് അറിയിക്കേണ്ടതാണ്. അതായത് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം നിയമവശമുണ്ട് അല്ലെ. ചില റെഫ്യൂസ് ട്രീറ്റ്മെന്റ് നമുക്കറിയാം, ചില പ്രഗ്നൻസി ടൈമിലെല്ലാം ചില വ്യക്തികൾക്ക് ട്രീറ്റ്മെന്റ് വേണ്ടാന്ന് വെക്കും, ഉണ്ടാവില്ലേ? അങ്ങനെയൊക്കെയുള്ള കേസ് ഉണ്ടാവില്ലേ? കുട്ടിയെയും കൂടിയും ബാധിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷൻ അല്ലെ. അപ്പൊ അത് തന്നെയാണ് പറയുന്നത്, ചില കാര്യങ്ങൾ അല്ലെ, ചില ട്രീറ്റ്മെന്റ് റെഫ്യൂസ് ചെയ്യാനുമുള്ള അവകാശമുണ്ട്. നമുക്കറിയാം അത് ഇൻ കേസ് കുട്ടിയെ കൂടി ബാധിക്കുന്നതാണെങ്കിൽ ഡോക്ടർ തന്നെ അത് മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആ പേഷ്യന്റ് കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ കുട്ടിയും കൂടി ഉണ്ട് അല്ലെ. അതേമാതിരി തന്നെ ടു ദ എക്സ്റ്റെൻഡ് പെർമിറ്റഡ് ബൈ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്, അതായത് ലോ പറയുന്ന രീതി അനുസരിച്ചിട്ട് ചില നിയമവ്യവസ്ഥകളുണ്ട്, ആ നിയമവ്യവസ്ഥ പറയുന്നത് അനുസരിച്ചിട്ട് ചില ട്രീറ്റ്മെന്റ് അത് വരെയിരിക്കും അല്ലെ. അതിനുശേഷം വേണമെങ്കിൽ ആവാം ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്, അത് ഡോക്ടറുടെ കൂടി ഡ്യൂട്ടിയാണ്, ആ വ്യക്തിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. അതേസമയം ഇന്നിന്ന ചില സൈഡ് ഓഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ചില ട്രീറ്റ്മെന്റ് റെഫ്യൂസ് ചെയ്യാനുള്ള അധികാരവും ഉണ്ട് അല്ലെ. അത് അവകാശവും ആ പേഷ്യന്റിന് അർഹിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ എന്താണ് ഉദ്ദേശിച്ചിരുന്നത്? ണോ? ചില കാര്യങ്ങൾ ചിലപ്പോ ചില വ്യക്തികളൊക്കെ അറിയിക്കാനായിട്ടും അല്ലെ അവര് മടിച്ചു നിൽക്കും. കാരണം അറിയണ്ട അല്ലെ, ഈ ടൈമിൽ അവർ അറിയണ്ട എന്ന് ലോ നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം നിയമം അനുശാസിക്കേണ്ട അത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ കൊണ്ടാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചില നമ്മൾ നേരത്തെ കണ്ടു, നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശം ഓരോ പേഷ്യന്റിനും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ചില സെപ്പറേറ്റ് കണ്ടീഷനിൽ എന്താണ്, ചില കാര്യങ്ങൾ അറിയാതിരിക്കാനുള്ള അവകാശവും ഓരോ പേഷ്യന്റിനും ഉണ്ട് അല്ലെ. ഇത് പറയരുതെന്നുള്ള ഒരു അധികാരം പരിധി ആർക്കുണ്ട്? ഡോക്ടറിനുണ്ട്. ചില ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ആ പേഷ്യന്റിന് കൊടുക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള സമയങ്ങളിൽ. ദെൻ മെഡിക്കൽ എന്താണ്? മെഡിക്കൽ കോൺസിക്വൻസ് ആണ്. മെഡിക്കൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ചില രോഗങ്ങൾക്ക് അല്ലെ കൊടുക്കുന്ന മെഡിസിൻസും കാര്യങ്ങളൊക്കെ ചില സൈഡ് എഫക്റ്റുകൾ വരാം അല്ലെ. കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അനന്തര ഫലങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും നമുക്കറിയാം. ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ തന്നെ മുന്നറിയിപ്പ് ഡോക്ടർ പറയും, ഇന്ന കാര്യങ്ങൾക്ക് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം, അത് ഈ മെഡിസിന്റെ സൈഡുകളാണ്, പക്ഷെ നമ്മളത് പാലിച്ചേ പറ്റൂ
ഈ രോഗത്തിന് ഇതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളത് അല്ലെ. പക്ഷെ അത് അറിയേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ പേഷ്യന്റിന് പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഡോക്ടറുടെയാണ്. Then right to privacy or communication and records must be treated as confidential. അതായത് നമുക്കറിയാം, നമ്മൾ ഒരു പേഷ്യന്റ് ആയിരിക്കുമ്പോൾ ഡോക്ടറിനോടും അല്ലെ അവിടെ മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അത് എപ്പോഴും പ്രൈവസി ആയിട്ട് തന്നെ ആ വിശ്വസ്തത എപ്പോഴും കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. Then a hospital must provide evaluation service and referral as indicated by the urgency of the case. അതായത് ചിലപ്പോഴൊക്കെ അല്ലെ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ സേവനങ്ങൾ അതനുസരിച്ചിട്ടുള്ള സേവനങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അത് അർജൻസി കേസുകളാണെങ്കിൽ അല്ലെ അത് കുറച്ചും കൂടി ഡിലേ ആക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ പേഷ്യന്റിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജുകളിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സമയത്ത് ഇവാലുവേറ്റ് ചെയ്ത് വിലയിരുത്തിയിട്ട് സർവീസുകൾ പെട്ടെന്ന് കൊടുക്കേണ്ട അർജൻസി കേസുകളാണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അതിന്റെ ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും സൂചിപ്പിക്കും. കേസ് ചിലപ്പോൾ വല്ല ടെസ്റ്റും കാര്യങ്ങളൊക്കെ അറ്റ് മൊമെന്റിലായിരിക്കും എടുക്കുന്നത്. ആ റിപ്പോർട്ടിൽ എന്താണോ സൂചിപ്പിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അർജൻസി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള അവകാശവും ആ പേഷ്യന്റ് അവിടെയുള്ള ഒരു ആ ഹോസ്പിറ്റൽ സേവനത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. The hospital must provide then next നോക്കുകയാണെങ്കിൽ relationship of a hospital to other hospital where one is being referred to. അതായത് നമുക്കറിയാം ഒരാളെ അല്ലെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊടുക്കണമെങ്കിൽ അല്ലെ അവിടെ ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അതായത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിക്കേണ്ടതുണ്ട് അല്ലെ. റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു ദ ഹോസ്പിറ്റൽ വേർ വൺ ഈസ് ബീയിങ് റെഫേർഡ് ടു, എവിടേക്കാണോ റെഫർ ചെയ്തിരിക്കുന്നത് ആ ഹോസ്പിറ്റലുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. എന്താണ് റൈറ്റ് ടു റെഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. ചിലരൊക്കെ പറയും റിസർച്ച് നടത്തരുതെന്ന് പറയും അല്ലെ, ചില കാര്യങ്ങൾക്കൊക്കെ ഗവേഷണം നടത്തരുതെന്ന് പറയും. അങ്ങനെയുണ്ടെങ്കിൽ അത് നടത്താതിരിക്കാനുള്ള അവകാശം ആ പേഷ്യന്റിനുള്ളതാണ് അല്ലെ. അത് നിരസിക്കാനുള്ള ഒരു പെർമിഷൻ ആർക്കുണ്ട്, ഏതൊരു പേഷ്യന്റിനും ഉണ്ട് അല്ലെ. ഇതാണ് പറയുന്നത്. Then right to know appointments, availability or of doctor, continuity of health care demand after discharge. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ ലഭ്യമാകുക, അല്ലെങ്കിൽ ഇൻ കേസ് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എന്നാണ് നമ്മൾ വരേണ്ടത് അതെല്ലാം, അല്ലെങ്കിൽ ഇൻ കേസ് ഡിസ്ചാർജ് ചെയ്യേണ്ടത് എന്നാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓരോ പേഷ്യന്റിന് അറിയിക്കപ്പെടുന്നതാണ്. അതെല്ലാം ആ പേഷ്യന്റിന് കൃത്യമായ സമയത്തിലൊക്കെ അറിയിക്കേണ്ടതാണ്. Then right to inspect and receive explanation of a bill. ഓരോ ബില്ലുകൾ വരുമ്പോൾ കൃത്യമായിട്ട് ഈ ബില്ല് എന്തുമായി ബന്ധപ്പെട്ടതാണുള്ള ഇത് അറിയാനുള്ള അവകാശം ഓരോ പേഷ്യന്റിനുമുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ അവിടെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ്. ഹോസ്പിറ്റൽ റൂൾസ്, റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്, അതായത് ചിലപ്പോ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹോസ്പിറ്റൽ ഫോളോ ചെയ്യും അല്ലെ. ചിലപ്പോ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പ് സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ ഉള്ളതുണ്ടാവും. നേരത്തെ കൂട്ടി പേഷ്യന്റിന്റെ അല്ലെ റിലേറ്റീവ്സിനൊക്കെ അറിയിക്കേണ്ടതാണ് അല്ലെ. ആ ടൈമിന് വന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് അത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഒന്നിച്ച് കളക്ട് ചെയ്ത് എത്തിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ സമയത്തിനനുസരിച്ചിട്ട് തന്നെ അവർക്ക് അറിയിക്കേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അറിയിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള അവകാശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സിമ്പിൾ പോയിന്റ് അല്ലേ? സ്പീഡിൽ എടുത്തതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്ന് വായിച്ചു നോക്കാം. സമയമുണ്ട്. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോവാം. വായിച്ചു നോക്കുന്നുണ്ടോ? പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങൾ വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ചോദിക്കാം. അപ്പോ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒരെണ്ണം പറഞ്ഞത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് തരാം. 1952. ഓക്കെ, താങ്ക് യു. താങ്ക് യു, ബാൻ. Thank you, Miss.